അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. പ്രിയമുള്ളവരെ, നമ്മൾ നമ്മുടെ ക്ലാസ്സിൻ്റെ 56-ാമത്തെ അധ്യായത്തിലേക്ക് പ്രവേശിക്കുകയാണ്. ഇന്ന് നാം പഠിക്കാൻ പോകുന്നത് കഴിഞ്ഞ ക്ലാസ്സുകളിലായി നാം പഠിച്ച ആ സെൻറ്റൻസുകൾ ഇംഗ്ലീഷ് ഗ്രാമറിൽ സിമ്പിൾ പാസ്റ്റിലാണ് വരുന്നത് എന്നതും അതിൻ്റെ ഒരു വിശദീകരണവുമാണ് നമ്മൾ മനസ്സിലാക്കാൻ പോകുന്നത്. നമുക്കറിയാം, കഴിഞ്ഞ ക്ലാസ്സുകളിലൂടെ നാം പറഞ്ഞു, നീ ചെയ്തു എന്ന് പറയാൻ എങ്ങനെയാണ് ഇംഗ്ലീഷ് പ്രയോഗിക്കേണ്ടത്, നീ ചെയ്തില്ല എന്ന് പറയാൻ, നീ ചെയ്തോ എന്ന് ചോദിക്കാൻ, നീ ചെയ്തില്ലേ എന്ന് ചോദിക്കാൻ ഒക്കെ എങ്ങനെയാണ് ചോദിക്കേണ്ടത് എന്നത് വ്യത്യസ്തമായ പാഠങ്ങളിലൂടെ നമ്മൾ മനസ്സിലാക്കുകയും പഠിക്കുകയും പ്രാക്ടീസ് ചെയ്യുകയും ചെയ്തിട്ടുണ്ടായിരുന്നു. ഇന്ന് അതിൻ്റെ ഒരു വിശദമായ ഒരു വ്യാകരണപരമായ ഒരു വിവരണമാണ് നൽകാൻ ഉദ്ദേശിക്കുന്നത്. നമുക്കറിയാം, ഇതിൻ്റെ സിമ്പിൾ പാസ്റ്റ്, ഈ സെൻറ്റൻസ് സിമ്പിൾ പാസ്റ്റ് ആണ് എന്ന് പറയുമ്പോൾ ഇതിൻ്റെ വാക്യഘടന എന്ന് പറയുന്നത് സബ്ജക്റ്റ് പ്ലസ് വെർബ് ടു എന്നുള്ളതാണ്. നമ്മൾ ആദ്യം ഒരു സബ്ജക്റ്റ്, ഏത് സബ്ജക്റ്റ് ആണെങ്കിലും അതിനെ ഉപയോഗിക്കുക, അതിനുശേഷം വെർബ് ടു, വെർബിൻ്റെ സെക്കൻഡ് ഫോമാണ് ഉപയോഗിക്കേണ്ടത്. അതിനുശേഷം നമുക്ക് ആവശ്യാനുസരണം എന്ത് വേണമെങ്കിലും ചേർത്ത് കൊടുക്കാം. ഇതാണ് ഇതിൻ്റെ പോസിറ്റീവ് സെൻറ്റൻസ്, അതായത് പ്രസ്താവനാ വാക്യം. അപ്പം നീ ചെയ്തു എന്നൊക്കെ പറയുമ്പോൾ നമ്മൾ അങ്ങനെയാണ് ഇതിൻ്റെ വാക്യഘടന, അത്രയാണ് ആവശ്യമുള്ളത്. ഉദാഹരണത്തിന്, യു ഡിലീറ്റഡ് മെസ്സേജസ്, നീ മെസ്സേജുകൾ ഡിലീറ്റ് ചെയ്തു, നീക്കം ചെയ്തു. ഫസ്റ്റ് സബ്ജക്റ്റ് യു കൊടുത്തിട്ടുണ്ട്, രണ്ടാമത് ഡിലീറ്റഡ് എന്ന് ഒരു വെർബിൻ്റെ, ഡിലീറ്റ് എന്ന വെർബിൻ്റെ സെക്കൻഡ് ഫോം കൊടുത്തു. ഇത്രയും ആയപ്പോൾ ആ വാചകം പൂർണ്ണമായി. പിന്നീട് നമുക്ക് എന്ത് നീക്കം ചെയ്തു എന്നതിനെ പറയാൻ വേണ്ടിയിട്ട് മെസ്സേജസ് എന്ന് പറഞ്ഞു. അപ്പോൾ മെസ്സേജുകൾ നീ ഡിലീറ്റ് ചെയ്തു, നീക്കം ചെയ്തു. അപ്പോൾ ഇവിടെ ഫസ്റ്റ് സബ്ജക്റ്റ് യു എന്ന് കൊടുത്തിട്ടുണ്ട്, വെർബിൻ്റെ സെക്കൻഡ് ഫോമും കൊടുത്തിട്ടുണ്ട്. ഇതാണ് ഈ തരത്തിലുള്ള വാക്യങ്ങൾ. അപ്പോൾ അവൻ വന്നു എന്നെങ്ങനെ പറയും? ഹീ കെയിം, കം എന്നതിൻ്റെ സെക്കൻഡ് ഫോമാണ് കെയിം. ഹീ കെയിം, അവൻ വന്നു. അവൾ പോയി എന്നാണെങ്കിലോ ഷി വെൻറ്റ് ടു സ്കൂൾ, അവൾ സ്കൂളിലേക്ക് പോയി. ഗോ എന്നതിൻ്റെ സെക്കൻഡ് ഫോമാണ് വെൻറ്റ് എന്നുള്ളത്. വെൻറ്റ് എന്ന വെർബാണ് സബ്ജക്റ്റിന് ശേഷം ചേർത്ത് കൊടുത്തത്. ഷി വെൻറ്റ് ടു സ്കൂൾ, അവൾ സ്കൂളിലേക്ക് പോയി. ഇത്രയും ആയാൽ നമുക്ക് ഇതിൻ്റെ ഈ പോസിറ്റീവ് സെൻറ്റൻസ് നമുക്ക് ഉണ്ടാക്കാനായി സാധിക്കുന്നതാണ്. അതിനുശേഷം നമുക്ക് ഇതിനെ നെഗറ്റീവ് ആക്കണമെങ്കിൽ എന്താണ് ചെയ്യേണ്ടത് എന്ന് ചിന്തിക്കുകയാണെങ്കിൽ, ഫസ്റ്റ് സബ്ജക്റ്റ് തന്നെ അതിനുശേഷം ഡിഡിൻ എന്ന് മധ്യത്തിൽ നിർബന്ധമായും കൊടുക്കണം. ഏത് സബ്ജക്റ്റ് ആണെങ്കിലും ഡിഡിൻ എന്നാണ് മധ്യത്തിൽ ചേർത്ത് കൊടുക്കേണ്ടത്. മൂന്നാമത് വെർബിൻ്റെ സെക്കൻഡ് ഫോം അല്ല, ബേസ് ഫോമാണ് ചേർത്ത് കൊടുക്കേണ്ടത്. അപ്പോൾ ഇവിടെ ഉദാഹരണത്തിൽ എഴുതിയിട്ടുണ്ട്, യു ഡിഡിൻ ഡിലീറ്റ് മെസ്സേജ്, നീ മെസ്സേജ് ഡിലീറ്റ് ചെയ്തില്ല. അപ്പോൾ അവൻ വന്നില്ല എന്നാണെങ്കിൽ ഹീ ഡിഡിൻ കം, കെയിം എന്നതിൻ്റെ ആവശ്യമില്ല, അതായത് സെക്കൻഡ് ഫോമിൻ്റെ ആവശ്യമില്ല. ഹീ ഡിഡിൻ കം, അവൻ വന്നില്ല. അവൾ വന്നില്ല എന്നാണെങ്കിലോ ഷീ ഡിഡിൻ കം, അവൾ പോയില്ല, അവൾ സ്കൂളിലേക്ക് പോയില്ല. ഷീ ഡിഡിൻ ഗോ ടു സ്കൂൾ, വെൻറ്റിൻ്റെ ആവശ്യമില്ല, കാരണം ഇത് നെഗറ്റീവ് സെൻറ്റൻസിൽ വെർബിൻ്റെ ടു ആവശ്യമില്ല, വെർബിൻ്റെ ബേസ് ഫോം മാത്രമേ ആവശ്യമുള്ളൂ. ഷീ ഡിഡിൻ ഗോ, അവൾ പോയില്ല. അവൻ ഓർത്തില്ല, ഹീ ഡിഡിൻ റിമെമ്പർ, ഞാൻ മറന്നില്ല, ഐ ഡിഡിൻ ഫോർഗെറ്റ്, ഞാൻ നിന്നെ മറന്നില്ല, ഐ ഡിഡിൻ ഫോർഗെറ്റ് യു, ഞാൻ അവരെ മറന്നില്ല, ഐ ഡിഡിൻ ഫോർഗെറ്റ് ദം, ഞാൻ എൻ്റെ ഭാര്യയെ മറന്നില്ല, ഐ ഡിഡിൻ ഫോർഗെറ്റ് മൈ വൈഫ്. ഈ രീതിയിലാണ് നമ്മൾ ഇതിൻ്റെ നെഗറ്റീവ് സെൻറ്റൻസ് പറയുന്നത്. ഫസ്റ്റ് സബ്ജക്റ്റ്, ദെൻ ഡിഡിൻറ്റ്, ദെൻ വെർബ് വൺ, അതായത് വെർബിൻ്റെ ബേസിക് ഫോം, അടിസ്ഥാന രൂപം. ഇനി നമ്മൾ ചോദ്യം ചോദിക്കുന്ന ഘട്ടത്തിൽ എങ്ങനെയാണ് പറയുക? ചോദ്യം ചോദിക്കാനായിട്ട് ഡിഡ് എന്നതിനെ ഫസ്റ്റ് വെക്കുന്നു. രണ്ടാമത് സബ്ജക്റ്റ് ഏതോ അതിനെ ചേർത്ത് കൊടുക്കാം. മൂന്നാമത് നമുക്ക് വെർബിൻ്റെ ബേസിക് ഫോം തന്നെ ചേർത്ത് കൊടുക്കാം. ഉദാഹരണത്തിന്, ഡിഡ് യു ഡിലീറ്റ്, നീ ഡിലീറ്റ് ചെയ്തോ? ഇതേ രൂപത്തിലായിരിക്കും മഴ പെയ്തോ എന്ന് ചോദിക്കേണ്ടി വരിക. ഡിഡ് ഇറ്റ് റൈൻ, ഡിഡ് ഫസ്റ്റ്, ഇറ്റ് എന്ന സബ്ജക്റ്റ് രണ്ടാമത്, റൈൻ എന്ന വെർബ് മൂന്നാമത്. ഡിഡ് ഇറ്റ് റൈൻ, മഴ പെയ്തോ? ഡിഡ് യു റിമെമ്പർ ദാറ്റ്, നീ അത് ഓർത്തോ? ഡിഡ് യു ഫോർഗെറ്റ് ദാറ്റ്, നീ അത് മറന്നോ? അവൾ വന്നോ? ഡിഡ് ഷീ കം. അപ്പോൾ ഫസ്റ്റ് ഡിഡ്, രണ്ടാമത് ഷീ, മൂന്നാമത് കം എന്ന വെർബ്. അവിടെ കെയിം എന്ന സെക്കൻഡ് ഫോമിൻ്റെ ആവശ്യമില്ല, കം എന്ന ബേസ് ഫോം വെർബ് മാത്രമേ ആവശ്യമായിട്ടുള്ളൂ. അപ്പോൾ ഡിഡ് യു ഡിലീറ്റ്, നീ ഡിലീറ്റ് ചെയ്തോ? ഡിഡ് യു റിമെമ്പർ, നീ ഓർത്തോ? ഡിഡ് യു സ്റ്റഡി, നീ പഠിച്ചോ? ഡിഡ് യു സ്റ്റഡി യുവർ ലെസൺ, നീ നിൻ്റെ പാഠം പഠിച്ചോ? ചോദ്യമാണ്, പോസിറ്റീവ് ക്വസ്റ്റ്യൻ ആണ്. ഇനി ഇതിനെ നെഗറ്റീവ് ക്വസ്റ്റ്യൻ ആക്കുന്ന സമയത്ത് ഡിഡിൻ എന്നതിനെ ആദ്യം ചേർത്ത് കൊടുത്താൽ മതി. ഡിഡിൻ യു ഡിലീറ്റ്, നീ ഡിലീറ്റ് ചെയ്തില്ലേ?
ഡിഡിൻറ്റ് യു ഡിലീറ്റ് ദോസ് മെസ്സേജസ്, ആ മെസ്സേജുകൾ നീ ഡിലീറ്റ് ചെയ്തില്ലേ? നീ പഠിച്ചില്ലേ? ഡിഡിൻറ്റ് യു സ്റ്റഡി, നീ ആ പാഠങ്ങൾ പഠിച്ചില്ലേ? ഡിഡിൻറ്റ് യു സ്റ്റഡി ദോസ് ലെസൺസ്, ആ പാഠങ്ങൾ നീ പഠിച്ചില്ലേ? നീ ആ ആൺകുട്ടികളെ മറന്നില്ലേ? ഡിഡിൻറ്റ് യു ഫോർഗെറ്റ് ദോസ് ബോയ്സ്, ആ ആൺകുട്ടികൾ, ദോസ് ബോയ്സ്. അപ്പോൾ ഡിഡിൻറ്റ് ഫസ്റ്റ് ചേർത്തു, അതിനുശേഷം സബ്ജക്റ്റ് ഏതോ അത് ചേർക്കാം. ഡിഡിൻറ്റ് യു, ഡിഡിൻറ്റ് ദേ, ഡിഡിൻറ്റ് ഷീ, ഡിഡിൻറ്റ് ഹി, ഡിഡിൻറ്റ് ബ്രദർ, ഡിഡിൻറ്റ് സിസ്റ്റർ, ഡിഡിൻറ്റ് ഫാദർ ആൻഡ് മദർ, ഡിഡിൻറ്റ് ബ്രദർ ആൻഡ് സിസ്റ്റർ ഗോ, സഹോദരനും സഹോദരിയും പോയില്ലേ? ഈ രീതിയിൽ ഏത് സബ്ജക്റ്റ് ആണെങ്കിലും, ഏകവചനമോ ബഹുവചനമോ ഐ എന്നോ യു എന്നോ ദേ എന്നോ ഏത് സബ്ജക്റ്റ് ആണെങ്കിലും ശരി, നമുക്ക് ഈ ഒരു സിമ്പിൾ പാസ്റ്റിൽ സബ്ജക്റ്റ് ഏത് എന്നതിൻ്റെ അടിസ്ഥാനത്തിൽ യാതൊരു വ്യത്യാസവും വരുന്നില്ല. അവിടെ എല്ലാം ചോദിക്കേണ്ടത് ഡിഡിനെ ഉപയോഗിച്ചുകൊണ്ടാണ്. പോസിറ്റീവ് ക്വസ്റ്റ്യൻ ഡിഡിൻ്റെ ഉപയോഗിച്ചാണ്. നെഗറ്റീവ് ക്വസ്റ്റ്യൻ, നെഗറ്റീവ് സെൻറ്റൻസ് ആക്കാൻ മധ്യത്തിൽ ഡിഡിൻ്റാണ് വെക്കേണ്ടത്. ഏത് തന്നെ സബ്ജക്റ്റ് ആയാലും ഇങ്ങനെ തന്നെയാണ് വേണ്ടത്. അപ്പോൾ ഇത് നമ്മൾ പഠിച്ചു. ഉദാഹരണത്തിന് നമ്മളിത് വ്യത്യസ്തമായ പാഠങ്ങളിലൂടെ വോട്ട് ചെയ്യുന്ന വിഷയം പറഞ്ഞ് നീ വോട്ട് ചെയ്തോ എന്നൊക്കെ ചോദിച്ചാണ് നമ്മളിത് പഠിച്ചത്. അപ്പോൾ അത് സിമ്പിൾ പാസ്റ്റ് ആണ്, പാസ്റ്റിലെ ഫസ്റ്റ് സെൻറ്റൻസുകളാണ് ഇത്. പ്രസൻറ്റിലെ 4 എണ്ണം നമ്മൾ പൂർത്തിയാക്കിയിട്ടുണ്ട്. അതിൻ്റെ 3 എണ്ണം അതിൻ്റെ വ്യാകരണം കൂടി പറഞ്ഞിട്ടുണ്ട്. 4ാമത്തെ അതിൻ്റെ വ്യാകരണ ഭാഗം ഒന്ന് വിശദീകരിക്കാനുണ്ട്. അതുപോലെ ഇത് പാസ്റ്റ് ടെൻസിലേക്ക് നമ്മൾ കടന്നിരിക്കുകയാണ്. അതിൻ്റെ ഫസ്റ്റ് ആയിട്ടുള്ള സിമ്പിൾ ഫാസ്റ്റ് അത് 4 പാഠങ്ങളിലൂടെയാണ് നമ്മൾ കവർ ചെയ്തത്. അപ്പോൾ സിമ്പിൾ പാസ്റ്റിൻ്റെ പാഠമാണ് ഇവിടെ പഠിച്ചത് എന്നുള്ളത് നമ്മളൊന്ന് മനസ്സിലാക്കുക. വ്യാകരണ സംബന്ധമായ ആവശ്യങ്ങൾ വരുന്ന വിദ്യാർത്ഥികൾ അതുപോലെയുള്ള ആളുകൾക്കൊക്കെ അത് ഉപകാരപ്പെടും, പ്രയോജനപ്പെടും എന്നതിനാലാണ് ഇതിങ്ങനെ ഒരു ക്ലാസ്സായി നമ്മളിവിടെ സംവിധാനിച്ചത്. അതുകൊണ്ട് എല്ലാവരും നല്ലവണ്ണം പ്രാക്ടീസ് ചെയ്യുകയും, കഴിഞ്ഞ പാഠങ്ങളിൽ ഉള്ളത് തന്നെയാണ്, കഴിഞ്ഞ 4 പാഠങ്ങളിലായി പഠിച്ച വിഷയം തന്നെയാണ്, എങ്കിലും ഇത് പ്രാക്ടീസ് ചെയ്ത് വീണ്ടും വീണ്ടും പ്രാക്ടീസ് ചെയ്ത് വളരെയധികം ശീലമാക്കുക. വളരെ നിഷ്പ്രയാസം നാവിൻ തുമ്പത്ത് എപ്പോൾ വേണമെങ്കിലും ഇത്തരം ഒരു സെൻറ്റൻസ് നമുക്ക് ആവശ്യമാവുന്ന ഘട്ടത്തിൽ ഇതിനെ പ്രയോഗിക്കാൻ പാകത്തിലാക്കി നിങ്ങൾ പ്രാക്ടീസ് ചെയ്ത് വളരെയധികം ഇതിനെ കീഴ്പ്പെടുത്തുക. ഈ പാഠത്തെ ഇത്രയും പറഞ്ഞുകൊണ്ട് ഈ പാഠം ഇവിടെ അവസാനിപ്പിക്കുകയാണ്.